വല്ലപ്പോഴും ദേഷ്യം വരുന്നതും അസ്വസ്ഥത തോന്നുന്നതുമെല്ലാം സ്വാഭാവികമാണ്. എന്നാൽ ഇടയ്ക്കിടെ ദേഷ്യപ്പെടുന്നത് മൂഡ് ശരിയല്ലാത്തത് കൊണ്ട് മാത്രമല്ല, മറിച്ച് ഒരു ജീവിതശൈലി രോഗമായ ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ ഉള്ളതുകൊണ്ടാവാം. നിശബ്ദ കൊലയാളി എന്നും ചിലപ്പോൾ വിളിക്കപ്പെടുന്ന ഹൈപ്പർ ടെൻഷൻ സാധാരണയായി ചില ലക്ഷണങ്ങൾ പ്രകടമാക്കും. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ദേഷ്യം, സ്ട്രെസ്, അസ്വസ്ഥത ഇതൊക്കെ ഉയർന്ന രക്തസമ്മർദ്ദം മൂലമാകാം. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ ശരീരം സ്ട്രെസ് ഹോർമോണുകളെ പുറന്തള്ളുകയും അത് ഹൃദയമിടിപ്പ് വേഗത്തിലാകാൻ കാരണമാവുകയും ചെയ്യും. ഇതുമൂലം രക്തക്കുഴലുകൾ സങ്കോചിക്കുകയും രക്തസമ്മർദ്ദം ഉയരുകയും ചെയ്യും. എന്നാൽ ഇത് ശീലമാകുകയാണെങ്കിൽ ദീർഘകാലത്തേക്ക് ക്ഷതങ്ങൾക്ക് സാധ്യതയുണ്ട്. മധ്യവയസ്സുള്ളവർക്കാണ് ഉയർന്ന രക്തസമ്മർദ്ദം വരാനുള്ള സാധ്യത കൂടുതൽ. ഹോർമോൺ വ്യതിയാനങ്ങൾ, ജോലി സമ്മർദ്ദം, വീട്ടിലെ ചുമതലകൾ, ജീവിതശൈലി എന്നിവയാണ് രോഗസാധ്യത കൂട്ടുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദം പരിശോധിക്കാതിരുന്നാൽ അത് ഹൃദ്രോഗം, പക്ഷാഘാതം, വൃക്കയിലെ പ്രശ്നങ്ങൾ ഇവയ്ക്കുള്ള സാധ്യത കൂട്ടും. ജീവിതശൈലി രോഗമായ ഉയർന്ന രക്തസമ്മർദ്ദം പൂർണ്ണമായും ഭേദമാക്കാനാവില്ലെങ്കിലും നല്ല മാറ്റം വരുത്താൻ സാധിക്കും. ഇതിനായി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. പഴങ്ങൾ, പച്ചക്കറികൾ, മുഴുധാന്യങ്ങൾ, കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളുടെയും ഉപ്പിന്റെയും ഉപയോഗം പരമാവധി കുറയ്ക്കണം. ദിവസവും മിതമായ അളവിലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ശ്വസന വ്യായാമങ്ങൾ, ധ്യാനം ഇവ പരിശീലിക്കാം. അതല്ലെങ്കിൽ ശാന്തിയും സമാധാനവും സന്തുലനവും നൽകുന്ന ഇഷ്ടവിനോദങ്ങളിൽ ഏർപ്പെടാം. മദ്യപാനവും കഫീന്റെ ഉപയോഗവും നിയന്ത്രിക്കണം. ഇവ അധികമായാൽ തീർച്ചയായും രക്തസമ്മർദ്ദം ഉയരാം. വീട്ടിൽ തന്നെയോ ഡോക്ടറുടെ അടുത്ത് പോയോ കൊളസ്ട്രോളും ബ്ലഡ് ഷുഗറും പതിവായി പരിശോധിക്കണം. ശരീരഭാരം അമിതമാണെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുക. പുകവലി ശീലമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാം. ഉറക്കരീതികൾ കൃത്യമായി പിന്തുടരണം. എപ്പോഴും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ രക്തസമ്മർദ്ദം കൂടുതലാണെന്ന് ശരീരം നൽകുന്ന സൂചനയാണ്. ഇത് നേരത്തെ തിരിച്ചറിഞ്ഞ് രോഗം നിയന്ത്രിച്ചു നിർത്തുന്നത് ഏറെ ഗുണം ചെയ്യും. ഹെൽത്ത് മാക്സ് മലയാളം.